മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം കേന്ദ്ര ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ, എന്തൊക്കെയെന്ന ആകാംക്ഷയിലാണ് കേന്ദ്രം. ഈ ശ്രീധരൻ പ്രഖ്യാപിച്ച അതിവേഗ റെയിലാണ് ബജറ്റിൽ കേരളത്തിന്റെ പ്രധാന പ്രതീക്ഷ. എയിംസും ശബരിപാത വികസനവും ബജറ്റിൽ പ്രഖ്യാപിച്ചേക്കും. വിഴിഞ്ഞത്തിന് പ്രത്യേക പാക്കേജ്, റബ്ബർ കർഷകർക്ക് മിനിമം താങ്ങുവില, മെട്രോ വികസനം, 21,000 കോടിയുടെ പ്രത്യേക പാക്കേജ് തുടങ്ങി കേരളത്തിന് പ്രതീക്ഷകളേറെയാണ്. AI, ഓട്ടോമൊബൈൽ, പ്രതിരോധം, ഇലക്ട്രോണിക്സ്, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകൾക്ക് ബജറ്റിൽ കൂടുതൽ പ്രാധാന്യം നൽകിയേക്കും. ആദായ നികുതി ഘടനയിലും മാറ്റം പ്രതീക്ഷിക്കുന്നു. ദമ്പതികൾക്ക് ജോയിന്റ് ടാക്സ് സംവിധാനം പ്രഖ്യാപിച്ചേക്കും. ഇടക്കാല ബജറ്റ് അടക്കം നിർമ്മലാ സീതാരാമന്റെ തുടർച്ചയായ 9ാമത്തെ ബജറ്റ്. നോബിൾ മാരിക്കാരനും റോഷിപാലും ചേരുന്നു. ആദ്യം നോബിൾ മാരിക്കാരനിലേക്ക്. ഗുഡ് മോർണിംഗ് നോബിൾ. ഒട്ടേറെ പ്രതീക്ഷകളും ഒട്ടേറെ പ്രത്യേകതകളുമുള്ള ഒരു ബജറ്റ് അവതരണമാണ് ഇന്നിപ്പോൾ നിർമ്മലാ സീതാരാമൻ നടത്തുക. 9ാമത്തെ തുടർച്ചയായ ബജറ്റ്. ഒപ്പം ഇന്ന് ഞായറാഴ്ച ബജറ്റ് പ്രഖ്യാപിക്കുന്നതിന് ചരിത്രത്തിൽ ആദ്യമാണെന്നാണ് കരുതുന്നത്. ഒപ്പം ഓഹരി വിപണിയൊക്കെ ഇന്ന് പ്രവർത്തിക്കും, അതുകൊണ്ട് തന്നെയെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ കൂടി ഉണ്ട് ഈ ബജറ്റിൽ, അല്ലേ? വെരി ഗുഡ് മോർണിംഗ്. രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു ബജറ്റാണ് ഇന്നിപ്പോൾ വരാൻ പോകുന്നത്. നിർമ്മലാ സീതാരാമനെ സംബന്ധിച്ച് തുടർച്ചയായ 9ാം തവണ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. രാജ്യത്ത് ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചത് മന്ത്രിമാരുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് നിർമ്മലാ സീതാരാമൻ എത്താൻ പോവുകയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു ബജറ്റാണ് ഇന്നിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. എന്താണെങ്കിലും ഈ ബജറ്റ് വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് രാജ്യത്ത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമ ബംഗാൾ, അസം അടക്കം 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനി അവശേഷിക്കുന്ന ദിവസങ്ങൾ മാത്രം. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ബജറ്റായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പ്രധാനമായും സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്ന, ഉപഭോഗം വർദ്ധിപ്പിക്കുന്ന ഒരു ബജറ്റായിരിക്കും അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിന് എന്ത് ലഭിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ വലിയ പദ്ധതികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ഈ ശ്രീധരൻ പ്രഖ്യാപിച്ച അതിവേഗ റെയിലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്ന്. അതോടൊപ്പം തന്നെ മറ്റു ചില പദ്ധതികൾ, പ്രത്യേകിച്ച് എയിംസ് അടക്കമുള്ള പദ്ധതികൾ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ എയിംസ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഈ വിഴിഞ്ഞത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി റോഡ് ഗതാഗതമൊക്കെ കൂടുതൽ മികച്ചതാക്കാനുള്ള പദ്ധതികൾ ആവശ്യമായുണ്ട്. ശബരിപാത എക്കാലത്തെയും കേരളത്തിലെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിൽ ഒന്നാണ്. അത് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിന് കൂടുതൽ തുക മാറ്റിവെക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ മനുഷ്യരും വന്യജീവികളുമുള്ള സംഘർഷം തീർക്കാൻ 1000 കോടി വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. പ്രധാനമായും കേരളത്തിന് 26,000 കോടി രൂപയുടെ ഗ്രാന്റ് വേണം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. അതും പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണെങ്കിലും വലിയ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. തിരുവനന്തപുരത്തെ സംബന്ധിച്ചാണെങ്കിൽ തിരുവനന്തപുരത്ത് BJP അധികാരത്തിൽ വന്ന ശേഷം പ്രത്യേകിച്ച് മേയർ അടക്കം തിരുവനന്തപുരത്ത് വിജയിച്ച സാഹചര്യമുണ്ട്. സ്വാഭാവിക തിരുവനന്തപുരം നഗരവികസനത്തിന് കൂടുതൽ പദ്ധതികൾ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ കേരളത്തിൽ വലിയ പദ്ധതികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മെട്രോ വികസനം, അതോടൊപ്പം തന്നെ വാട്ടർ ഗതാഗത വികസനം അടക്കമൊക്കെ അത്തരത്തിൽ വിവിധ മേഖലകളിലേക്ക് പദ്ധതികൾ പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. എന്താണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ബജറ്റിൽ വാരിക്കോരി നൽകാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഇന്നിപ്പോൾ 11 മണിക്കാണ് ബജറ്റ് അവതരിപ്പിക്കുക. അതിനു മുമ്പ് രാഷ്ട്രപതി അടക്കം നിർമ്മലാ സീതാരാമൻ കാണും. അതിനു മുമ്പ് കേന്ദ്ര ക്യാബിനറ്റ് ഉണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഇന്നിപ്പോൾ രാവിലെയുണ്ട്. ദില്ലി വലിയ രീതിയിൽ തന്നെ ഇന്നിപ്പോൾ സംഭവബഹുലമാണ് എന്ന് വേണം പറയാൻ. എന്താണെങ്കിലും ദില്ലിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ദിവസമാണ്. കേന്ദ്ര ബജറ്റ് ഇന്നിപ്പോൾ എത്താൻ പോവുകയാണ്. ഈ ബജറ്റിൽ കേരളത്തിന് എന്തെല്ലാം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് മേഖല, AI, അതോടൊപ്പം പ്രതിരോധ മേഖല, മറ്റ് റെയിൽവേ പദ്ധതികൾ, അതോടൊപ്പം മറ്റ് വിവിധ മേഖലകളിലേക്കുള്ള പദ്ധതികളൊക്കെ എന്താണെങ്കിലും ഇന്നിപ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട്. വലിയ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ബജറ്റായിരിക്കും നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശരി, നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്. റോഷിപാൽ കൂടി ചേരുന്നുണ്ട്. റോഷിപാൽ, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തിന് പ്രതീക്ഷകൾ ഏറെയാണ്. ഈ അതിവേഗ റെയിൽപാതയും എയിംസ് അടക്കം കേരളത്തിൽ പ്രതീക്ഷകൾ ഒരുപാടാണ്. അപ്പോൾ എന്താണ് കേന്ദ്ര ബജറ്റിൽ കേരളത്തിനുള്ള ആകാംക്ഷ? തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വാരിക്കൂരി നൽകാനുള്ള സാധ്യതയുണ്ടോ? തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം കേരളമാണ്. കേരളത്തിൽ BJP പലതരത്തിൽ മുന്നേറ്റമുണ്ടാക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ആ ഘട്ടത്തിൽ സ്വാഭാവികമായും ബജറ്റിൽ വലിയ പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ എല്ലാ ബജറ്റുകളിലും കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചു എന്ന പരാതി നിലനിൽക്കുന്നു. അതിനിടയിലാണ് ഏതാണ്ട് 21,000 കോടി രൂപയുടെ, നേരത്തെ നോബിൾ പറഞ്ഞതുപോലെ, ഒരു പാക്കേജ് അത് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട ചില കേന്ദ്ര പദ്ധതികളുടെ പ്രഖ്യാപനവും. അത് എയിംസ് ഏറെക്കാലമായി കേരളത്തിന്റെ ആവശ്യമാണ്. ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ. അതിനൊപ്പം വിഴിഞ്ഞം തുറമുഖ പദ്ധതി, അത് കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ ഏറ്റവും വലിയ പ്രതീക്ഷയായ പദ്ധതിയാണ്. ആ പദ്ധതിയുടെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതിന് ഉള്ള സഹായം കേരളത്തിലെ അതിവേഗ റെയിൽപാത, അത് ശ്രീധരൻ പ്രഖ്യാപിച്ച അതിവേഗ റെയിൽപാതയാണ്. ആ റെയിൽപാതയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ആളിക്കത്തുമ്പോഴും ആ പദ്ധതിക്ക് ഏതെങ്കിലും തരത്തിൽ പണം വകയിരുത്തുമോ എന്നതാണ്. അങ്ങനെയെങ്കിൽ അത് വലിയ മാറ്റത്തിന്റെ തുടക്കമായി മാറുകയും ചെയ്യും. മറ്റൊന്ന് ശബരിപാതയാണ്. അതും ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ്.
അങ്ങനെയുള്ള ഓരോ പ്രധാന പദ്ധതികൾക്ക് വേണ്ടി എത്രത്തോളം പണം മാറ്റിവെക്കുമെന്നത്, അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ആദ്യമായി അധികാരം പിടിക്കുന്നു. തിരുവനന്തപുരം നഗരവികസനത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടാകും, അതിന് ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികളുണ്ടോ, ഇനി മറ്റേതെങ്കിലും പദ്ധതികൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്നടക്കം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് കഴിഞ്ഞ ബജറ്റുകളിൽ നിന്ന് അപേക്ഷിച്ച് കേരളത്തിന് പ്രതീക്ഷ വളരെ കൂടുതലാണ്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. കീർത്തന. ശരി, റോഷി ബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിൽ എന്തൊക്കെ പദ്ധതികളാണ് ഇന്നത്തെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കുക എന്നുള്ളത് ആകാംക്ഷയാണ്. 11 മണിക്കാണ് ബജറ്റ് അവതരണം.